സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ എല്ലാവരും ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ച് സെറ്റപ്പ് ആയിരിക്കാന്നറിയാം. നമ്മൾ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ വേഗം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ വർക്ക്ഷീറ്റും കൂടെ അറ്റൻഡ് ചെയ്യാം. അതാണ് നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. സോ അതിനു മുമ്പ് ഞാൻ ഈ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ലൈൻ ബൈ ലൈൻ ഒന്ന് നോക്കാം. സോ നിങ്ങൾ ഇതിനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അടുത്ത് വെക്കുക. നമുക്ക് വേഗം ഒരു ചെറിയൊരു മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം നമുക്ക് റിവൈസ് ചെയ്യാം. California dreaming about സോ 1.1 ഡൈവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് ദ നമ്പർ ഓഫ് സ്പീഷീസ് ദാറ്റ് ആർ നോട്ട് ആൻഡ് ഡിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത് 1.7 to 1.8 മില്യൺ ആണെന്നും, പിന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ ഡെഫിനിഷൻ അതായത് ദ നമ്പർ ആൻഡ് ദ ടൈപ്പ് ഓഫ് ഓർഗാൻസ് പ്രസന്റ് ഓൺ എർത്ത്, ഇത് രണ്ടിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. സോ പിന്നെ ലോക്കൽ നെയിംസിനെ പറ്റി പറയുന്നുണ്ട്. ലോക്കൽ നെയിംസ് എന്ന് പറയുന്നത് പ്ലേസ് ടു പ്ലേസ് വേരി ചെയ്യുന്നുണ്ട്, അതൊരു കൺട്രിയിൽ തന്നെ മാറുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ കൺഫ്യൂഷൻസ് വരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യണം, നെയിമിംഗ് സിസ്റ്റത്തിനെ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അതായത് ഒരു ആനിമൽസ് അല്ലെങ്കിൽ ഒരു ഓർഗാനിസം എന്ന് പറഞ്ഞാൽ വേൾഡിൽ മൊത്തം ഒരൊറ്റ പേര് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, ഒരൊറ്റ പേരിൽ മാത്രമേ അറിയപ്പെടാൻ പാടുള്ളൂ. അങ്ങനെ ഈ സ്റ്റാൻഡർഡൈസ് നെയിമിംഗ് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. സോ പിന്നെ അടുത്താണ് പറയുന്നുണ്ട് പ്ലാന്റ്സിന്റെ കേസിൽ ഈ ഒരു പ്രിൻസിപ്പിൾ ആൻഡ് ക്രൈറ്റീരിയ ഫോർ നെയിമിംഗ് കൊണ്ടുവരുന്ന ആരാണ്, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, അതായത് ICBN ആണ്. ആൻഡ് ആനിമൽസിന്റെ കേസിൽ ICZN ആണ്, ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ ആണെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈ ഒരു സാധനം എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്, ദാറ്റ് ദ നെയിം ഹാഡ് നോട്ട് ബീൻ യൂസ്ഡ് എനി അതർ ഓർഗാനിസം, ഒരു പേര് ഒരു ഓർഗാനിസത്തിന് മാത്രമാണ്, വേറൊരു ഓർഗാനിസവും അല്ലാതെ ഒരേ പേരുള്ള രണ്ട് ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നും കൂടെ ഇവർ എൻഷുർ ചെയ്യുന്നുണ്ട്. അതോട് ശ്രദ്ധിച്ചു വെക്കുക. പിന്നീട് നമ്മൾ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ടു പ്രൊവൈഡ് സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ 2 കമ്പോണൻസ് വരുന്ന ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്. ആരാ കൊണ്ടുവന്നത്, ലിനേയസ് ആണ് കൊണ്ടുവന്നത്. അതിൽ ആദ്യത്തെ പേരാണ് ജീനസ് നെയിം, രണ്ടാമത്തെ പേരാണ് സ്പീഷീസ് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് പറയും. ആൻഡ് അതിനെ കുറച്ച് നിയമങ്ങളെ പറ്റി പഠിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ നിയമം എന്താ പറയുന്നത്, ബയോളജിക്കൽ നെയിംസ് എന്ന് പറയുന്നത് അത് ജനറലി ലാറ്റിനിലാണെന്നും അത് റിട്ടേൺ ഇൻ ഇറ്റാലിക്സ് ആണെന്ന് മാറിപ്പോകരുത്. ജനറലി ഇൻ ലാറ്റിനും റിട്ടേൺ ഇൻ ഇറ്റാലിക്സുമാണ്. ആൻഡ് അത് ദേ ആർ ലാറ്റിനൈസ്ഡ് ഓർ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദർ ഒറിജിൻ. അത് രണ്ടാമത്തെ സെന്റൻസ് എന്താ പറയുന്നത്, ദ ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ജീനസ് നെയിമും രണ്ടാമത്തെ വേർഡ് സ്പീഷീസ് നെയിമും ആണെന്ന് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് ഈ ബയോളജിക്കൽ നെയിംസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. സ്പീഷീസ് നെയിമും ജീനസ് നെയിമും സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. ഓർ പ്രിന്റഡ് ഇൻ ഇറ്റാലിക്സ്, എന്തിനു വേണ്ടിയാണ്, ടു ഇൻഡിക്കേറ്റ് ദർ ലാറ്റിൻ ഒറിജിൻ. സോ നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ജീനസ് ആണ്, അത് ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങും. രണ്ടാമത്തെ വേർഡ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് എപ്പിത്തറ്റ്, അത് സ്മോൾ ലെറ്ററിലാണ് തുടങ്ങുക. പിന്നെ ഓതറിന്റെ പേര് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു അബ്രിവേറ്റർ ഫോമിൽ എഴുതാൻ സാധിക്കും, ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത ആളുടെ. ഇപ്പൊ എക്സാമ്പിൾ മാഞ്ചിഫറ ഇൻഡിക്ക ലിൻ എന്താണ്, കരോളസ് ലിനേസിന്റെ ലിന്നാണ്. മാംഗോ ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തതാണ് കരോളസ് ലിനേസ് ആണെന്ന് പറയാം. സോ പിന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അതായത് നമ്മൾ എല്ലാ ഓർഗാനിസത്തിനെയും പറ്റി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ക്ലാസിഫൈ ചെയ്യണം. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന വിളിക്കുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ആൻഡ് ദിസ് ക്ലാസിഫിക്കേഷൻ into convenient categories based on some easily observable character വെച്ചാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. NCERT പറയുന്നുണ്ട്. പിന്നെ ടാക്സിനെ പറ്റി പറയുന്നുണ്ട്. സയന്റിഫിക് ടേം ഫോർ ദ കാറ്റഗറി ആണ് ടാക്സ എന്ന് പറയുന്നുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞിരിക്കണം, ആനിമൽസ്, മാമൽസ്, ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ടാക്സ അറ്റ് ഡിഫറെന്റ് ലെവൽസ് ആണ് അല്ലെ. ആനിമൽസ്, മാമൽസ്, ഡോഗ്സ് എന്ന് പറയുന്നത് അതെന്താണ്, ടാക്സ അറ്റ് ഡിഫറെന്റ് ലെവൽസ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ വിളിക്കുന്ന പേരാണ് ടാക്സോണമി എന്ന് പറയുന്നത്. പിന്നെ അതിൽ പറയുന്നു, പിന്നെ മോഡേൺ ടാക്സോണമിനെ പറ്റി പറയുന്നുണ്ട്. എന്താണ് ഈ മോഡേൺ ടാക്സോണമി? മോഡേൺ ടാക്സോണമി സ്റ്റഡീസ് എന്ന് പറഞ്ഞു അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്, എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആൻഡ് ഇന്റേണൽ ഫീച്ചേഴ്സ്, ഡെവലപ്മെന്റ് പ്രോസസ്സ്, എക്കോളജിക്കൽ ഇൻഫോർമേഷൻസ് ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് സെൽസ് എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആർ ദ പ്രോസസ് ദാറ്റ് ഇസ് ബേസിക് ടു ടാക്സോണമി, അതും NCERT പറയുന്നുണ്ട്. പിന്നെ സിസ്റ്റമാറ്റിക്സിനെ പറ്റി പറയുന്നുണ്ട്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസം ആൻഡ് ഡൈവേഴ്സിറ്റി, അതായത് എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടെ കൺസിഡർ ചെയ്യുന്നു. ടാക്സോണമി പ്ലസ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്.
ആൻഡ് ഈ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡാണ്. അത് സിസ്റ്റമ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ് ആണ്. ലീനേഴ്സ് തന്റെ പബ്ലിക്കേഷന്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റമെ നാച്ചുറ എന്നാക്കിയിട്ടുണ്ട്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് എവല്യൂഷണറി റിലേഷൻ ബിറ്റ്വീൻ ഓർഗാനിസം കൂടെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ടാക്സോണമിക് കാറ്റഗറീസ് ആണ്. ടാക്സോണമിക് കാറ്റഗറീസ് അത് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റെപ്പ് അല്ല, പകരം അതിൽ കുറെ സ്റ്റെപ്പ് ഉണ്ട്. ഓരോ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് റാങ്ക് അല്ലെങ്കിൽ കാറ്റഗറീസ്. ഈ കാറ്റഗറീസ് തന്നെയാണ് ടാക്സ് അല്ലെങ്കിൽ ടാക്സോണമി എന്ന് പറയുന്നത്. ടാക്സ് അല്ലെങ്കിൽ ടാക്സോൺ എന്ന് പറയുന്നത് ടാക്സോണമി അല്ലാട്ടോ. ഈ എല്ലാ ടാക്സോണമിക് കാറ്റഗറീസും കൂടെ വിളിക്കുന്ന പേരാണ് എന്ത്? ടാക്സോണമിക് ഹൈറാർക്കി. ടാക്സോണമിക് കാറ്റഗറി എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാക്സോണമിക് ഹൈറാർക്കി കിട്ടുന്നു. പിന്നെ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണ്? യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമുക്ക് എല്ലാവർക്കും പറയാം ടാക്സ ആണ് അല്ലെങ്കിൽ ടാക്സോൺ ആണെന്നും കൃത്യമായിട്ട് പറയാൻ സാധിക്കും. സോ പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ടാക്സോണമിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ കാറ്റഗറീസ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്ട് ബയോളജിക്കൽ എൻറ്റിറ്റീസ് ആണ് ആൻഡ് നോട്ട് മെർലി മോർഫോളജിക്കൽ അഗ്രിഗേറ്റ്സ്. കൃത്യം NCERT 6ാമത്തെ പേജിൽ, പുതിയ NCERT 6ാമത്തെ പേജിൽ പറയുന്നുണ്ട് ടാക്സോണമിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്ട് ബയോളജിക്കൽ എൻറ്റിറ്റീസ് ആണ് ആൻഡ് നോട്ട് മെർലി മോർഫോളജിക്കൽ അഗ്രിഗേറ്റ്സ്. പിന്നെ അടുത്തതാണ് നമുക്ക് വേറെ അതിൽ സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൽ ഏറ്റവും ബേസിക് ലെവൽ എന്ന് പറഞ്ഞ സ്പീഷീസ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ കിണ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറെ ഫൈലവും ഫാമിലി ഓർഡറും ക്ലാസ്സും ഒക്കെ ഉണ്ട്. ആ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കണം, ചോദ്യം ചോദിച്ചിട്ടുമുണ്ട്. സോ അടുത്ത നമുക്ക് സ്പീഷീസിനെ പറ്റി നോക്കാം. എന്താണ് സ്പീഷീസ്? എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം വിത്ത് ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ്. ഒരു ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ് ഉള്ള സ്പീഷീസ്, ഒരു കൂട്ടായ്മ, ഒരു ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് ഉള്ള ഓർഗാനിസം എല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് വി ഷുഡ് ഏബിൾ ടു ഡിസ്റ്റിങ്ക്വിഷ് വൺ സ്പീഷീസ് ഫ്രം അതർ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. അതായത് നമുക്കൊരു പട്ടിയെ കണ്ടാൽ പട്ടി എന്ന് പറയാനും പൂച്ചയെ കണ്ടാൽ പൂച്ച എന്ന് പറയാൻ അറിയണം. പട്ടിയും പൂച്ച നമുക്ക് വേർതിരിച്ച് പറയാൻ സാധിക്കണം എന്നാണ് പറയുന്നത്. അത് തീർച്ചയുള്ള കാര്യമല്ലേ? ഒരു സ്പീഷീസിനെ നമുക്ക് മറ്റൊരു സ്പീഷീസിന് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ച് പറയാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് മാൻജിഫറ ഇൻഡിക്ക, അതാരാ? മാംഗോ ആണ്. പിന്നെ സൊളാനം ട്യൂബറോസം പൊട്ടറ്റോ ആണ്. പിന്നെ എന്തുണ്ട്? പിന്നെ പാന്തറ ലിയോ ഉണ്ട്, ദാറ്റ് ഇസ് ലയൺ ആണ്. അപ്പൊ ഇവര് 3 പേരുടെയും ഇൻഡിക്ക, ട്യൂബറോസം, ലിയോ എന്ന് പറഞ്ഞ അതിന്റെ സ്പീഷീസ് നെയിം ആണെന്നും അതിന്റെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അതിന്റെ ജീനസ് നെയിം ആണ്. അതായത് മാൻജിഫറ, സൊളാനം, പെറ്റൂണിയ ഒക്കെ ജീനസ് നെയിം ആണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ഈ ജീനസിന് വേണമെങ്കിൽ ഒരു സ്പീഷീസോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്പീഷീസോ ഉണ്ടാകാം. ചിലപ്പോൾ ഒരു ജീനസിനടിയിൽ ഒരു സ്പീഷീസ് മാത്രമേ കാണത്തുള്ളൂ, ചിലപ്പോൾ ഒരു ജീനസിനടിയിൽ കുറെ സ്പീഷീസ് കാണും. എക്സാമ്പിൾ നമ്മുടെ ഹോമോ എന്ന് പറയുന്ന ജീനസിനടിയിൽ കറന്റ് ഇപ്പോൾ സാപ്പിയൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ സൊളാനം എന്ന് പറയുന്ന ജീനസ് എടുത്താൽ നമുക്ക് കുറെ സ്പീഷീസ് കാണാം. സൊളാനം ട്യൂബറോസം, സൊളാനം നിക്രം, സൊളാനം മെലോഞ്ചിന ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പാന്തിറ എന്ന് പറയുന്ന ജീനസ് എടുത്താൽ പാന്തിറ ലിയോ കാണാം, പാന്തിറ പാഡസ് കാണാം, പാന്തിറ ടിഗ്രസ് കാണാം, അല്ലെ? ലെപ്പാഡ്, ടിഗ്രസ് എന്ന ടൈഗർ, അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അടുത്ത നമുക്ക് നോക്കേണ്ടത് എന്താണ്? ജീനസ് എന്ന് പറയുന്നതാണ്. ജീനസ് എന്താണ്? ജീനസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് ആണ്. പിന്നെ അടുത്ത ഒരു സെന്റൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം which have more character in common in comparison to the species of other genus. അത് കൃത്യമായിട്ട് നിങ്ങൾ സെന്റൻസ് ഒന്ന് അറിഞ്ഞിരിക്കണേ. ഒന്ന് വായിക്കാം. ജീനസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് ആണ് വിച്ച് ഹാസ് മോർ ക്യാരക്ടർ ഇൻ കോമൺ ഇൻ കമ്പാരിസൺ ടു ദ സ്പീഷീസ് ഓഫ് അതർ ജെനിഗ്ര. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, കാരണം ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. പൊട്ടറ്റോയും ബ്രിഞ്ചോളും എന്ന് പറയുന്നത് 2 ഡിഫറെന്റ് സ്പീഷീസ് ആണല്ലോ. അറിയാം, പൊട്ടറ്റോയും ബ്രിഞ്ചോളും 2 ഡിഫറെന്റ് സ്പീഷീസ് ആണ്. പക്ഷെ അതിൽ വരുന്നത് സെയിം ജീനസ് ആണ്. ഏത് ജീനസ് ആണ്? സൊളാനം എന്ന് പറയുന്ന ജീനസിലാണ്. പിന്നെ ലയൺ, ലെപ്പാർഡ്, ടൈഗർ എന്ന് പറയുന്നത് ഡിഫറെന്റ് സ്പീഷീസ് ആണ്. ബട്ട് അത് ജീനസ് ഒരേ ജീനസിലാണ് വരിക. അതേതാ? പാന്തീറ എന്ന് പറയുന്ന ജീനസിലാണ് വരിക. പിന്നെ ഫെലിസ് എന്ന് പറയുന്നത് കാറ്റിന്റെ ഒരു ജീനസ് ആണ്. കാറ്റ് എന്ന് പറയുന്ന സ്പീഷീസിന്റെ ജീനസ് ഏതാണ്? ഫെലിസ് ആണ്. പിന്നെ ഫാമിലി ഉണ്ട്. ജീനസിന്റെ ഒരു കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണ് ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ഫാമിലീസ് ആർ ക്യാരക്ടറൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചർ ഓഫ് പ്ലാന്റ് സ്പീഷീസ്. പ്ലാന്റ് സ്പീഷീസിന്റെ വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് ആണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് സൊളാനം, അതുപോലെ തന്നെ പെറ്റൂണിയ, ഡാറ്റൂർ ഒക്കെ എന്താണ്? ജീനസ് ആണ്. ഇതെല്ലാം കൂടെ ഏത് ഫാമിലി വരും? സൊളാനേസി എന്ന ഫാമിലി വരും. അതുപോലെ തന്നെ നമ്മുടെ കാറ്റിന്റെ ജീനസ് ആണ് ഫെലിസ്.
പ്ലസ് നമ്മുടെ പാന്തീറ എന്ന് പറയുന്നത് ഏത് ജീനസ് ആണ്? നമ്മുടെ ലെപ്പാർഡും ടൈഗറും ഒക്കെ ഉൾപ്പെടുന്ന ജീനസ് ആണ് പാന്തീറ. ഈ പാന്തീറയും ഫെലിസും കൂടെ ഒരേ ഫാമിലി വരും. ദാറ്റ് ഈസ് ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലി വരിക. കാറ്റിന്റെ ഫാമിലി വിളിക്കുന്ന പേരാണ് കാനിഡേ എന്ന് പറയും. ഓർഡർ എന്താണ്? ഫാമിലിയുടെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് ഓർഡർ എന്ന് കൃത്യമായിട്ട് വിളിക്കാൻ പറ്റുന്നത്. പിന്നെ കൺവോൾവൂലേസി എന്ന് പറയുന്നൊരു ഫാമിലി ഉണ്ട്, സൊളാനിയസി എന്ന് പറയുന്ന ഫാമിലി ഉണ്ട്. ഈ രണ്ട് ഫാമിലിയും ഏത് ഓർഡറിൽ വരും? പോളിമോണിയൽസ് എന്ന് പറയുന്ന ഓർഡറിൽ വരും. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത ക്ലാസ് ഉണ്ട്. ക്ലാസ് എന്ന് പറയുന്നത് ഓർഡറിന്റെ ഒരു കൂട്ടായ്മയാണ് ക്ലാസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ ഈ ഓർഡർ പ്രൈമേറ്റിക്കകത്ത് മങ്കിയും ഗൊറില്ലയും ഒക്കെയാണ് ഓർഡർ പ്രൈമേറ്റിക്കകത്ത് വരിക. അത് ഏത് ക്ലാസ് വരും? ക്ലാസ് മമീലിയിൽ വരുന്നവരാണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ കാർണിവോറ നമ്മൾ നേരത്തെ പറഞ്ഞു. കാർണിവോറ എന്ന് പറയുന്നത് ഫെലിഡയുടെയും ഫെലിഡ എന്താണ്? കാറ്റിന്റെ ഫാമിലിയാണ്. കാനിഡ എന്താണ്? ഡോഗിന്റെ ഫാമിലി. ഈ രണ്ട് ഫാമിലിയും കൂടെ ഏത് ഓർഡറിലാണ് വരിക? കാർണിവോറ. ഈ കാർണിവോറയും പ്രൈമേറ്റിയും കൂടെ ചേരുന്നതാണ് എന്ത്? മാമേലി എന്ന് പറയുന്ന ക്ലാസ്. ഫൈലം എന്താണ്? ഫൈലം ആനിമലിന്റെ കേസിലാണ്. ഡിവിഷൻ എന്ന് പറഞ്ഞ പ്ലാന്റിന്റെ കേസിലാണ്. രണ്ടും ഇക്വിവാലന്റ് ആണ്. ഫൈലം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസ്സുകളെയാണ് നമുക്ക് എന്ന് വിളിക്കുക ഫൈലം എന്ന് കൃത്യമായിട്ട് പറയാം. പിന്നെ അടുത്ത കിങ്ഡം. എന്താണ് കിങ്ഡം? കിങ്ഡം എന്ന് പറയുന്നത് എല്ലാ ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ കൂടെ കൂടി ചേരുന്ന ഹയർ ലെവലാണ് നമുക്ക് കിങ്ഡം എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത ഒരു വളരെ ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ത് പറയാൻ പറ്റും? ആസ് വി ഗോ ഫ്രം സ്പീഷീസ് ടു കിങ്ഡം, നമ്പർ ഓഫ് കോമൺ ക്യാരക്ടർ ഗോസ് ഓൺ ഡിക്രീസിങ് എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അടുത്തതാണ് ദ ലോവർ ദ ടാക്സ് മോർ ആർ ദ ക്യാരക്ടർ ദാറ്റ് ദ മെമ്പർ വിത്തിൻ ഷെയർ. ടാക്സ് കുറയുമ്പോൾ സ്പീഷീസ് നമുക്ക് നോക്കിയാൽ സ്പീഷീസിന് കുറെ ഷെയർഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറെ കോമൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ജീനിയസിലോട്ട് വന്നാലും കോമൺ ക്യാരക്ടർ കുറയും. അങ്ങനെ കിങ്ഡത്തിലോട്ട് വന്നാലും കോമൺ ക്യാരക്ടർ തീരെ ഇല്ലാണ്ടായി പോകും. അതുകൊണ്ടാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് ഹയർ ദ കാറ്റഗറി ഗ്രേറ്റർ ഈസ് ദ ഡിഫിക്കൽറ്റി ഓഫ് ഡിറ്റർമൈനിങ് ദ റിലേഷൻഷിപ്പ് ടു അതർ ടാക്സ് അറ്റ് ദ സെയിം ലെവൽ. ബിക്കോസ് കോമൺ ക്യാരക്ടർ കുറവായതുകൊണ്ട് അവർ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പാടാണ്. എവിടെ? ഹയർ കാറ്റഗറിയിൽ, ഹയർ ദ ടാക്സിലോട്ട് പോകുമ്പോൾ. പിന്നീട് 1.1 ഉള്ള ടേബിൾ ആണ്. ടേബിൾ എന്തായാലും പഠിക്കണം, ചോദിച്ചിരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇനി വർക്ക്ഷീറ്റിന് മുമ്പ് ഒന്ന് അപ്ലൈ ചെയ്യണം. വർക്ക്ഷീറ്റ് നമുക്ക് എവിടെ കിട്ടും? ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് ഡ്രൈവിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. 10 മിനിറ്റ് കൊണ്ട് എക്സാം എഴുതി എടുക്കുക. ബയോളജി ചെയ്തിട്ട് അത് 10 മിനിറ്റ് എടുക്കാറില്ല. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ചോദ്യങ്ങളെ ഉള്ളൂ. കൃത്യമായിട്ട് നിങ്ങൾ എഴുതുക. അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നമ്മൾ കുറെ ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ലിവിംഗ് വേൾഡില്. അതൊക്കെ ഉപകാരപ്പെട്ടു. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടോ എന്ന് കൂടെ പറയാം. ഇനി ഇത് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ പറയുക. ആൻഡ് പിന്നെ നിങ്ങളുടെ ആ എക്സാമിന്റെ മാർക്ക് നിങ്ങൾ എഴുതിയിട്ട് കൃത്യമായിട്ട് ആ ഫോമിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അത് നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കാം. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടിട്ട്